കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായ ബീഹാർ സ്വദേശിയും മക്കളും തിരികെ നാട്ടിലേക്ക് മടങ്ങി. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരള എക്സ്പ്രസിൽ ഗാന്ധി ഭവൻ സേവന പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് യാത്ര തിരിച്ചത്. ബീഹാർ സ്വദേശിനിയായ റൂഹി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ബിലാൽ എന്ന യുവാവുമായി പ്രണയത്തിലാവുകയും തന്റെ മൂത്ത മകനുമായി യുവാവിനെ കാണാൻ ഡൽഹിയിലേക്ക് എത്തുകയുമായിരുന്നു. തുടർന്ന് അവിടെ വെച്ച് യുവതി രണ്ടാമതും ഗർഭിണിയായി. ഈ സമയം ബിലാൽ ജോലി അന്വേഷിച്ച് കേരളത്തിലേക്ക് പോയി. ജോലി ലഭിച്ച ഉടൻ യുവതിയോടും മകനോടും കേരളത്തിലേക്കെത്താൻ യുവാവ് ആവശ്യപ്പെട്ടു. ബിലാലിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതിയെ സ്വീകരിക്കാൻ പക്ഷേ ആരും എത്തിയില്ല. തുടർന്ന് റെയിൽവേ പോലീസ് യുവാവിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും യുവതിയുമായി ഒരുമിച്ച് ജീവിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ചു. തുടർന്ന് യുവതിയെ ഗാന്ധിഭവനിലേക്ക് മാറ്റി. അവിടെ വെച്ച് യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈ വിവരങ്ങളെല്ലാം റൂഹിയുടെ വീട്ടുകാരെ അറിയിച്ചെങ്കിലും യുവതിയെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഗാന്ധിഭവനിലെ ജീവനക്കാർ കുഞ്ഞിന് റോഹൻ എന്ന് പേരിട്ടു. നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ റൂഹി ആഗ്രഹിച്ച പോലെ അവർ നാട്ടിലേക്ക് മടങ്ങി. ഡൽഹിയിലെ YWCA എന്ന ഷെൽട്ടർ ഹോമിലേക്കാണ് റൂഹി മക്കളും പോകുന്നത്. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിൽ കൗൺസിലർ ആര്യയുടെ ഇടപെടലിലാണ് വനിതാ ശിശുവികസന വകുപ്പും ജില്ലാ ഭരണകൂടവും യാത്രയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.